വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, പ്രവാചകന്റെ ഹദീസുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ സംശയിക്കാറുണ്ട്, ഹദീസുകൾക്ക് കുറെ കഴിഞ്ഞു വന്നതിൽ അല്ല. വിശുദ്ധ ഖുർആൻ എപ്രകാരം സംരക്ഷിക്കപ്പെട്ടുവോ അപ്രകാരം തന്നെ പ്രവാചകന്റെ ഹദീസുകളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സംരക്ഷിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം, ഒരു പ്രമാണം, അത് മുസ്ലിമീങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ട ഖുർആന്റെ കയ്യെത്ത് കോപ്പികൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ബർമിംഗ്ഹാം പിന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള അതിൻ്റെ സർവകലാശാലയിലെ ലൈബ്രറി സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ കയ്യെഴുത്ത് പ്രതികൾ, അത് ആധുനിക ശാസ്ത്രീയ പഠനങ്ങളിലൂടെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ടതാണ്, അഥവാ 14 നൂറ്റാണ്ടുകാലം പഴക്കമുള്ള കയ്യെഴുത്ത് പ്രതിയാണ് എന്ന് ഇത് ശാസ്ത്രീയമായിക്കൊണ്ട് തെളിയിക്കപ്പെട്ടതായിക്കൊണ്ട് BBC അടക്കമുള്ള മാധ്യമങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ 14 നൂറ്റാണ്ടുകളായി ഒരു വ്യത്യാസവുമില്ലാതെ സംരക്ഷിക്കപ്പെട്ട ഏത് വേദഗ്രന്ഥം, അത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ്. ആ ഖുർആനും സുന്നത്തും ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യം ഉണ്ടാവില്ല. ഇത് സമൂഹത്തിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന വസ്തുത എന്താ? ഈ ഹദീസിന് ഖുർആനെതിരാണ്, അല്ലെങ്കിൽ ഖുർആനെതിരായ ഒരുപാട് ഹദീസുകളുണ്ട്. ഇല്ല സഹോദരന്മാരെ, ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു കാര്യം ആ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതിയ ഖുർആനിന് എതിരാവുകയില്ല. എന്തുകൊണ്ട്? ആ ഖുർആൻ റസൂലുള്ളാഹിന്റെ തിരുനാവിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ആ പ്രവാചകന്റെ ഹദീസുകളും ആ റസൂലുള്ളാഹിന്റെ തിരുനാവിലൂടെ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞ കാര്യം മറ്റൊരു കാര്യത്തിന് എതിരാവുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരിക്കലും പ്രവാചകന്റെ ഹദീസുകൾക്ക് എതിരാവുകയില്ല, ഹദീസുകൾ ഒരിക്കലും വിശുദ്ധ ഖുർആനും എതിരാവുകയില്ല. അത് പരസ്പരം പൂരകമാണ്, കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം.